പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഈ മാസം അതിൻ്റെ പൂ വരും മരക്കൊക്കെ വരും. എന്നാൽ ഞാനത് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തിരിക്കുന്നതാണ്. കാരണം ഇത് എന്ത് നമുക്ക് മനസ്സിലായാലും എന്ത് ചെയ്യണം, അത് ചെയ്ത് നോക്കണം. അപ്പം നമ്മളിതൊക്കെ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. എല്ലാവർക്കും ചെയ്ത് നോക്കാനുള്ളൊരു ജോലി കൂടി ഞാൻ തരികയാണ്. ഇത് ചെയ്യാമല്ലോ, കൽക്കരി കിട്ടും. എവിടെ വേണേലും കൽക്കരി മേടിച്ചോ, എല്ലാവരും ചെയ്തു. അതിനകത്ത് പൈനാപ്പിൾ കിട്ടും. പൈനാപ്പിളിൻ്റെ സാധ്യത ആട്ടുംകാട്ടം. ഏത് മണ്ണിലും പൈനാപ്പിൾ വളരും. പോരാ, ഇത് പറയുമ്പോഴല്ലേ നിങ്ങൾ മനസ്സിലാക്കണം. അതേസമയം നിങ്ങൾ ചെയ്ത് അത് വളർന്ന് വന്ന് കായ്ച്ചു വന്ന് എടുത്തു വന്നാൽ അതെന്തനുഭവമാണ്? അനുഭവജ്ഞാനമാണ്. കേട്ടറിഞ്ഞതല്ല, കണ്ടറിഞ്ഞതല്ല, കൊണ്ടറിഞ്ഞതാണ്. മനസ്സിലായില്ല? അതിനാണ് ഇത് ചെയ്യാൻ പറയണത്. ഇപ്പം ഞാനവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, പ്ലാസ്റ്റിക് തിന്നുന്ന ചെടി. ഞാനൊരു ചാക്ക് പ്ലാസ്റ്റിക് ഒരു കണ്ടെയ്നറിനകത്ത് നിറച്ച് അതിനകത്ത് ആല് നട്ടു. എല്ലാവർക്കും സംശയമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തിനാണ് സംശയിക്കണേ? നിങ്ങളെന്ത് ചെയ്യണം? ഒരു കണ്ടെയ്നർ 30 ലിറ്റർ കൊള്ളുന്ന ഒരു കണ്ടെയ്നർ മേടിച്ചിട്ട് അതിനകത്ത് നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് എല്ലാം കൂടി നട്ടിട്ട് എവിടെ നിന്നെങ്കിലും ഒരു പേരാല് അതിനകത്ത് നട്ട് നോക്കിയാൽ പോരെ? നട്ട് നോക്കിയാൽ അറിയാമല്ലോ അത് വളരുമോ ഇല്ലെന്ന്. മണ്ണില്ലാതെ 15 അടിക്ക് മേളിലായി എൻ്റെ ആല്. മണ്ണില്ലാതെ മണ്ണൊട്ടും ഇടണ്ട. ഇതൊക്കെ ആയിരുന്നു എല്ലാവരുടെയും സംശയം. പത്രക്കാർ വന്നപ്പോഴും പറഞ്ഞത് അതിൻ്റെ മൂട്ടിൽ കൂടി ദോരയിട്ട് അത് മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് മാറ്റി നോക്ക്, പൊക്കി നോക്കിയപ്പോൾ അടിയിലോട്ട് വേറെ ഇറങ്ങിയിട്ടില്ല. ആ പ്ലാസ്റ്റിക് തന്നെയാണ് അത് കൺസ്യൂം ചെയ്യണേ. വേറെ ഒരു സാധനം കൊടുക്കണില്ല അതിനെ, അപ്പോൾ ആളെന്ത് മനസ്സിലാക്കും? എന്ത് ചെയ്യും? അതിന് പട്ടിണി ആയിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? പ്ലാസ്റ്റിക്കിനെ തീറ്റയാക്കി മാറ്റാൻ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോ കാർബണാണ്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രൊഡക്റ്റാണ്, ഹൈഡ്രോ കാർബണാണ്. അത് കാർബണാണ്. അതിനെ കൺസ്യൂം ചെയ്യുന്ന പരുവത്തിലാക്കാൻ സസ്യങ്ങൾക്ക് അറിയാൻ പറ്റും. വെള്ളം ഒഴിക്കും കൊടുക്കും. നനയ്ക്കണ കൂട്ടത്തിൽ നനച്ചു കൊടുക്കും. ഇനി നനക്കാതെ തന്നെ വളരുവാന്ന് അറിഞ്ഞില്ല, നോക്കണം. ഞാൻ ആദ്യം നട്ടപ്പോഴത്തേക്ക് ഒരു ഒരെണ്ണം നട്ടു. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കരിഞ്ഞു പോയി, നമ്മൾ വിചാരിക്കണ പോലെ ഇത് വളരില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് വന്ന് ഇപ്പോൾ ഒരു 15 അടി പൊങ്ങി നിൽപ്പുണ്ട് കണ്ടെയ്നറിനകത്ത് തന്നെ. അത് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കും, കോൺക്രീറ്റിൽ നിന്ന് എടുക്കും. കോൺക്രീറ്റെ കൂടി പൊട്ടിച്ച് അത് പുറത്ത് വന്ന് മണ്ണിലേക്ക് എത്തും. നമ്മൾ മണ്ണിലേക്ക് വിടാത്ത വിധത്തിൽ അതിനകത്ത് പ്ലാസ്റ്റിക്കിനകത്ത് ഇട്ട് ഒന്ന് ഓരോരുത്തർ നട്ടേ. പൈനാപ്പിൾ നട്ടോ പോരെ? അല്ലെങ്കിൽ ഇത് മനുഷ്യൻ സമ്മതിക്കില്ല. പ്ലാസ്റ്റിക്കിനകത്ത് ചെടി വളരുമെന്ന് സമ്മതിക്കില്ല. പ്ലാസ്റ്റിക്കിനകത്ത് ചെടി വളരുമെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം ഒരു പ്രോബ്ലമാണോ? അല്ല. ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രം സൊല്യൂഷനാണ് നോക്കണേ. സൊല്യൂഷൻ, അതായത് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടണം. നമ്മൾ പഠിച്ചത് എന്താ? ഇക്കോളജി ഒരു സയൻസ് ഓഫ് സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ ഇത് ചെയ്തു നോക്കിയാണ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാ രോഗങ്ങളെയും മാറ്റി, ഇൻക്ലൂഡിങ് ക്യാൻസറിനെയും മാറ്റി യൗവനം തിരിച്ചു തരാൻ മെർക്കുറിക്ക് പറ്റുമെങ്കിൽ ആ മെർക്കുറിയെ എഡിബിളാക്കി മാറ്റാൻ ഇക്കോളജി വഴി സസ്യങ്ങളെ ഉപയോഗിച്ച് ചെയ്ത് നോക്കി കഴിക്കണ്ടേ? വേണോ വേണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ ചെയ്ത് നോക്കണ്ടേ? നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കഴിച്ചു നോക്കണം. എന്താണ് അതിന് വ്യത്യാസം വല്ലതുണ്ടോ ഇല്ല എന്നുള്ളത് ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു വഴി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ ഫീൽഡിൽ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് തൈ. മണ്ണൊരു ശകലം കൊടുത്തില്ല.
പ്ലാസ്റ്റിക് ഞാൻ ചവിട്ടി നിറച്ച് വെച്ചിരിക്കുകയാണ്. കവറുകൾ, വെറും കുപ്പിയല്ല. ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. അതിനകത്ത് വളരുന്നുണ്ട്. എങ്ങനെ എല്ലാവരും എന്തൊക്കെ ചോദിച്ചാൽ അതിനകത്ത് പ്ലാസ്റ്റിക് കുറയുന്നുണ്ടോ ഇല്ലേ? ഞാൻ നോക്കിയിട്ടില്ല. അതിനകത്ത് പ്ലാസ്റ്റിക് കുറയുന്നുണ്ടോ ഇല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ നോക്കിയിട്ടില്ല. കാരണം അതിനകത്ത് വളരുന്നുണ്ടെങ്കിൽ അകത്ത് എണ്ണം കൂടിയിട്ടുണ്ട്. വേര് കൂടിയിട്ടുണ്ടെങ്കിൽ അത്രയും പ്ലാസ്റ്റിക് അവിടുന്ന് മാറിയിട്ടുണ്ട്. കാരണം പ്ലാസ്റ്റിക് തള്ളി പുറത്തോട്ട് വരുന്നില്ലല്ലോ, പുറത്തോട്ട് വരുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തു നോക്കേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്തു നോക്കിയാൽ നമുക്ക് പൂർണ്ണമായും ബോധ്യം വരും. ശരി, ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് മാറ്റാൻ എന്താ സൊല്യൂഷൻ? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ മുഴുവൻ ഒതുക്കാൻ ഇക്കോളജി വഴിയിൽ എന്താ വഴി? കാരണം നമ്മളിത് പഠിച്ചാൽ പോരാ, ഇതിനൊരു സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഒരു ടൗൺ, ഇപ്പോൾ എറണാകുളം ടൗണിൽ എത്ര ടൺ പ്ലാസ്റ്റിക്കാണ് കുമ്പാരം പോലെ കിടക്കണേ. ഇതിനെ എന്ത് ചെയ്താൽ മതി? പേരാൽ നടണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ഈ വേസ്റ്റ് കൊണ്ട്. ഏതായാലും ഇത് ഇപ്പം കിടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി കുറേ മണ്ണൊക്കെ ഉണ്ട്, കല്ലും കട്ടയൊക്കെ ഉണ്ട്. മണ്ണും കല്ലും കട്ട എല്ലാം ഉള്ള വേസ്റ്റാണ്. ഇതുകൊണ്ട് ഒരു 10 അടി പൊക്കത്തിലുള്ള, മണ്ണിന് മേലോട്ട് 10 അടി പൊക്കത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. 1 കിലോമീറ്റർ വീതിയിലും നീളത്തിലും വേണം ഉണ്ടാക്കാൻ. പാടില്ലേ? വേസ്റ്റ് മുഴുവൻ ഇതിനകത്ത് കൊള്ളില്ലേ? അതിനകത്ത് നിശ്ചിത അകലത്തിൽ ഇത് വെച്ച് പിടിപ്പിച്ചുകൂടെ? ഒരു നിശ്ചിത അകലത്തിൽ ഈ പേരാൽ വെച്ച് പിടിപ്പിക്കാം. അതിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ ഒരു ചരിവും കൂടി ഇട്ട പാർക്കിങ്ങിനൊരു സ്ഥലമില്ലേ? അപ്പോൾ പ്ലാസ്റ്റിക് മാറിയില്ലേ? ഉടനെ അതിനകത്തൊരു പ്രശ്നം വരുന്നത്, ഇതിൻ്റെ ഫ്യൂംസ് മേലേക്ക് വരും. അടിയിൽ തിങ്ങിക്കിടക്കുന്ന ഈ പ്ലാസ്റ്റിക്കിൽ നിന്നും ഗ്യാസ് മേളിലേക്ക് വരും. ആ ഗ്യാസിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒരു 6 ഇഞ്ച് 1 അടി കനത്തിൽ ഉമിക്കരിയും കൂടി ഇട്ടാൽ പോരെ? കനത്തിൽ ഉമിക്കരി ഇട്ട് കൊടുത്താൽ മതി, ഗ്യാസ് വെളിയിലേക്ക് വരില്ല. ഉപയോഗിക്കാനും നോക്കാം. ആ ഗ്യാസിന് വേണം ഉപയോഗിക്കാം. ഒരു കുഴലടിച്ചിട്ട് ആ ഗ്യാസ് എടുത്തിട്ട് വേറെ കത്തിക്കാനോ വല്ലതിനും ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. സ്ട്രീറ്റ് ലൈറ്റ് ആക്കാൻ വേണമെങ്കിൽ ആക്കാം. പല ഓപ്ഷൻസാണ്. അതായത് ചെറിയ ചെറിയ ദൂരങ്ങളുള്ള കുഴൽ ഈ 10 അടി അതിലേക്ക് വെച്ച് കൊടുത്താൽ അതിനകത്തൂടി ഗ്യാസ് അകത്തൂടി മളി വരും. അതിന് വേണേൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണം. അതിനാണ് ഈ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഈ ശാസ്ത്രം പഠിച്ചാൽ അതിൻ്റെ ആപ്ലിക്കേഷനാണ് പ്രധാനം. മൃഗങ്ങൾക്ക് കൊടുത്ത് നോക്കാം. ആദ്യം നമ്മൾ കഴിക്കുന്നതിനുള്ളിൽ മുമ്പ് ഏതെങ്കിലും പശുവിനോ ആടിനോ ഒക്കെ കൊടുത്ത് നോക്കുക. ചാകണില്ലെങ്കിൽ ഒരു നിർബന്ധവുമില്ല. ആട്ടിൻകാട്ടം ഉപയോഗിച്ചത് എന്തിനാണ്? ഈ കൽക്കരിക്ക് തുല്യമായി എല്ലായിടത്തും മിക്സ് ചെയ്ത് കിടക്കും. അതുകൊണ്ടാണ് ആട്ടിൻകാട്ടം ഉപയോഗിച്ചത്. പിന്നെ പൊടിക്കൊന്നും വേണ്ട. കൽക്കരി വലുതും ചെറുതുമായ പല ഇതിലാണ് കിട്ടുന്നത്. വലിയ കഷ്ണമുണ്ട്, ചെറിയ കഷ്ണമുണ്ട്, തീരെ തരിയുണ്ട്, അങ്ങനെയാണ് കിട്ടിയത്. ഒന്നും പൊടിച്ചില്ല, അല്ലാതെ തന്നെ അങ്ങ് ഇടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ ഒരു 3-4 വർഷത്തിന് മുമ്പ് ചെയ്തുകൊണ്ട് തുടങ്ങിയ സാധനമാണ്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചെയ്ത് വരികയാണ്. ഗ്രോത്ത് വളരെ സ്ലോയിലാണ്. വേറെ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, പൈനാപ്പിളിൽ ഇട്ട് കൊടുത്തിട്ടില്ല, ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ടില്ല. താനെ അതിൽ നിന്ന് തന്നെ വലിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് വിട്ടിരിക്കുക. ഇനി നമുക്ക് ഇപ്പം മനസ്സിലായില്ല, ദേഹസിദ്ധി എന്ന് പറയുന്ന സാധനത്തിന് മെർക്കുറിയെ ഉപയോഗിക്കാം. അത് പണ്ടുള്ളവർ ഉപയോഗിച്ച പോലെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ചത് സസ്യങ്ങളുടെ ടെക്നോളജിയാണ് കൂടുതൽ സേഫ് എന്നുള്ളത് കൊണ്ട് സസ്യങ്ങളെ കൊണ്ട് ഉപയോഗിച്ചിട്ട് അനുയോജ്യമായ സസ്യങ്ങളെ കണ്ടെത്തി അത് വളർത്തിയിട്ട് ഉപയോഗിക്കുക. അപ്പോഴും നമുക്കിങ്ങനെ ഇപ്പോൾ രോഗം മാറിക്കിട്ടുമെങ്കിൽ, വയസ്സ് തോന്നിക്കാത്ത രീതിയിൽ ശരീരത്തിനെ നിലനിർത്താൻ അതിന് കഴിയുമെങ്കിൽ നമുക്കത് സ്വീകരിക്കാമല്ലോ. അപ്പോൾ ഈ
വലിയ കോടികൾ മുടക്കിയുള്ള ഗവേഷണങ്ങളാണ് ആൻറ്റി ഏജിങ്ങിന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് വേറൊരു ഒരു മുടക്കമില്ലാത്ത സാധനം ചെയ്തുകൂടെ? ഒരു മുടക്കമില്ല. രോഗം കണ്ട് ഇവിടെ മനുഷ്യർ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ചെയ്തുകൂടെ? ആ, തുടങ്ങിയോണം. ഇനി നമുക്ക് ലോഹസിദ്ധി, അവിടെയാണ് ഇരിക്കുക. ലോഹസിദ്ധി എന്ന് പറയുന്ന സാധനം, ലോഹത്തിൻ്റെ സിദ്ധി എന്ന് പറഞ്ഞാൽ ചെമ്പ്, ഈയം, രസം മുതലായ വില കുറഞ്ഞ ലോഹങ്ങളെ ഗുണമേന്മയേറിയ സ്വർണം, വെള്ളി എന്നിവയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ലോഹസിദ്ധി. ചെമ്പ്, ഈയം, രസം. ചെമ്പ്, ഈയം, രസം മുതലായ വില കുറഞ്ഞ ലോഹങ്ങളെ ഗുണമേന്മയേറിയ സ്വർണം, വെള്ളി എന്നിവ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ലോഹസിദ്ധി. ലോഹസിദ്ധി എന്ന് പറയുന്നത് അതാണ്. മറ്റത് ദേഹസിദ്ധിയാണ്. ദേഹസിദ്ധി അഥവാ വില കുറഞ്ഞ ലോഹത്തെ അമൂല്യമായ ലോഹമാക്കി മാറ്റിയെടുക്കുക. പുസ്തകം മേടിച്ച് തന്നിട്ട് ഇത് വായിച്ചില്ലേ? ഇല്ലേ? കണ്ട് തട്ടി വെച്ചു, തട്ടിക്കൊണ്ട് പോയ ഒരാൾ. ആദ്യം ക്ലാസ് തുടങ്ങി അന്ന് പുസ്തകം മേടിച്ച് കൊടുത്തതാ. പുസ്തകം മേടിച്ച് വേഗം സ്വർണ്ണം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞ് വിട്ടതാ. 20 ഈ ഇതെല്ലാം ഉള്ള പുസ്തകങ്ങളുണ്ടെന്ന്. ആ, താളിയോലെന്നല്ല, പ്രിന്റഡ് പുസ്തകം. അതേതാണ്? നമ്മുടെ രാമേന്ദ്രൻ സാറിൻ്റെ ആദി കൈലാസ യാത്ര. രാമചന്ദ്രൻ സാറിൻ്റെ ആദി കൈലാസ യാത്ര. അതിൽ 460 പേജ് എടുത്താൽ മതി. ആദി കൈലാസ യാത്ര കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് മാതൃഭൂമിയാണ്. ആദി കൈലാസ യാത്ര 460 പേജ് പോലും മറിച്ച് നോക്കാൻ. ആദി കൈലാസ യാത്ര വായിച്ചിരിക്കേണ്ട രാമേന്ദ്രൻ സാറിൻ്റെ പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലൊരു പുസ്തകമാണ് ആദി കൈലാസ യാത്ര. ആ, അരിച്ചെടുക്കും. നേപ്പാൾ പോകണ്ട, നിങ്ങൾ നിലമ്പൂർ പോയിക്കേ. ഈ നിലമ്പൂരില്ലേ, നിലമ്പൂർ പുഴയിൽ ഈ ആദിവാസികൾ ഇവരെല്ലാവരും പോയി കിടന്നിട്ട് മണ്ണ് കോരിയിട്ട് ഇങ്ങനെ അരിച്ചരിച്ചിട്ടിരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പം ഒരുപാട്, ചിലപ്പോൾ ഒരു ദിവസം ഒരു തരി കിട്ടിയെന്ന് വരും. അത് മല, അട്ടപ്പാടി എല്ലായിടത്തും ഉണ്ട്. അത് വേറെ, അത് സ്വർണ്ണക്കടയെന്ന് ധരിച്ചവൻ. എനിക്കറിയാം, ആലപ്പുഴ ഭീമയുടെ വാതുക്കലെ മണ്ണ് വാരിക്കൊണ്ട് പോകും കുറേ പേര്. ഭീമയുടെ വാതുക്കലെ മണ്ണ് വാരിക്കൊണ്ടുപോയി അവർ കെട്ടിക്കൊണ്ടുപോയി അവരുടെ സ്ഥലത്ത് പോയിട്ട് ഇരുന്ന് അരിച്ചരിച്ച് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ വല്ലതും കിട്ടിയെന്ന് വരും. അങ്ങനെ നോക്കുന്നുണ്ട്. ഇതല്ല, ഇത് മലയിലൂടെ വെള്ളം ഒഴുകി വരുമ്പോൾ അതിലെ സ്വർണ്ണ തരികൾ അടർന്ന് ഈ പുഴയിൽ വരും. അതിനുവേണ്ടി എത്രയോ മനുഷ്യർ വെള്ളത്തിൽ കിടക്കണം, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതിൻ്റെ? ഷൂവിൻ്റെ മുകളിൽ. ഏത്? ഇവിടെ നേപ്പാളിൽ ഉണ്ട് സ്വർണ്ണത്തിൻ്റെ മണ്ണിൽ. പക്ഷേ ഇത് കൂടുതൽ രാജാക്കന്മാർ, പണ്ടത്തെ രാജാക്കന്മാർ സിംഹാസനം പണിതിൽ ഒരിക്കലും ഖനനം ചെയ്തതായിരിക്കില്ല. രാജാക്കന്മാർക്ക് സ്വർണ്ണ നാണയമുണ്ടായിരുന്നു. ഇതൊരിക്കലും ഖനനം ചെയ്തെടുത്ത സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നാണയങ്ങളായിരിക്കാൻ സാധ്യതയില്ല. മറ്റൊന്ന്, ഇവർ യുദ്ധത്തിന് വേണ്ടി പടയാളികളെ ഉണ്ടാക്കി. ആന, കുതിര, കാലാള്, ഇവർക്കൊക്കെ തിന്നാനുള്ള ഭക്ഷണം വേണ്ടി ഇത് എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തു എന്നാ വിചാരം? ഇതിനെല്ലാം ഇവർ ഈ മാതിരി വിദ്യകൾ ഉപയോഗിച്ചിരുന്നു. വളരെയധികം ഈ അറിവുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടിരുന്നത്. ഇത്രയധികം സ്വർണ്ണലോകം വരാനായിട്ട് ഒരു കാര്യമില്ല. ഇനി ഒരെണ്ണം ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ
ഈ മെർക്കുറി ആയിട്ട് കളിക്കണത് സൂക്ഷിച്ച് വേണം. ആ, മുറിവുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ പോകരുത്. കണ്ണാടിയുടെ പുറകിലുള്ള സാധനം തന്നെ, കണ്ണാടിയുടെ പുറകിൽ തേക്കുന്ന സാധനം. അലൂമിനിയത്തിൽ ഒരു തുള്ളി രസം ഒഴിച്ച് അലിഞ്ഞു പോകും. ആ അലൂമിനിയം അലിഞ്ഞു പോകും. അലൂമിനിയം ഉണ്ടാവില്ല. ഗോൾഡ് വിട്ടുപോകും. ഈ കള്ളന്മാർ അല്ല, ഈ ബസ്സിൽ നടക്കുന്ന മാലയടിക്കാൻ നടക്കുന്ന കള്ളന്മാർ, അവർ ഇപ്പോൾ പുറകിലത്തെ സീറ്റിലിരുന്നിട്ട് സ്ത്രീകളുടെ സ്വർണ്ണമാലയിലെ പുറകിൽ ഇച്ചിരി രസം പറ്റിച്ചാൽ ഇത് പൊട്ടിപ്പോകും, മാല പൊട്ടിപ്പോകും. എഴുന്നേക്കുമ്പോൾ ഇത് താഴെ വീഴും. സാധാരണ ഇതിൽ ഇവർ ശ്രദ്ധിക്കില്ല. ഇവരിത് നോക്കിയിരിക്കുകയാണ്, അവരത് എടുത്തോണ്ട് പോകും. വലിച്ചു പൊട്ടിക്കേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെയും നടക്കുന്നുണ്ട്. രസത്തിൻ്റെ ഉപയോഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് അലൂമിനിയം അലുത്തു പോകുന്ന ഒന്നാണ്. ഈ അലൂമിനിയം തൽക്ഷണം ലിക്വിഡാകും എന്ന് പറഞ്ഞാൽ അല്ല, മെൽറ്റ് ചെയ്യണില്ലല്ലോ, ചൂടാക്കണില്ല നമ്മൾ. ഒരു അലൂമിനിയം ഒരു കഷ്ണത്തിനകത്തേക്ക് ഒരു തുള്ളി രസം അങ്ങോട്ട് ഒഴിക്കുകയാണെങ്കിൽ അലൂമിനിയം ലിക്വിഡാകും. അപ്പോൾ അവിടെ ഒരു പ്രോസസ്സ് എന്തോ നടക്കുന്നില്ലേ? ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ഈ ഈ അറിവ് ഉപയോഗിച്ചത്, ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് രാവണനാണ്. ലങ്കാ നഗരി സൃഷ്ടിച്ചത് രാവണൻ ഈ അറിവ് ഉപയോഗിച്ചിട്ടാണ്. രാവണൻ എന്ന് പറയുന്നത് ടെക്നോളജിയുടെ ആളായിരുന്നു. ഈ ഈ ഈ അറിവ് ഉപയോഗിച്ചിട്ടാണ് രാവണൻ വിമാനം പറത്തിയത്. വിമാനം പറത്തി വന്ന് സീതയും കൊണ്ട് പോയത് ഈ അറിവ് ഉപയോഗിച്ചിട്ട്. ഏത്? ഇല്ല, ടെക്നോക്രാറ്റാണ് രാവണൻ എന്ന് പറയുന്നത്. ഒരു ഹൈലി ടെക്നോക്രാറ്റ് ആയിരുന്ന ആളാണ്. അതായത് ലങ്കാ നഗരം തന്നെ ഉണ്ടാക്കിയത് ടെക്നോളജിയുടെ ഇതുണ്ടായിട്ടാണ് രാവണൻ. 10 തലയുടെ ബുദ്ധി, 10 തലകളുടെ ബുദ്ധി ഒരുമിച്ച് ചേർന്ന ആളെന്നുള്ള അർത്ഥത്തിലാണ് 10 തല വയ്ക്കുന്നത്. ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു. ശ്രീകൃഷ്ണൻ ദ്വാരകയുണ്ട്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണന് വിശ്വരൂപം കാണിക്കാനൊക്കെ പറ്റിയത്. അതിൽ നിന്നാണ് ദ്വാരക പണിതതും ഈ അറിവ് ഉപയോഗിച്ചിട്ടാണ്. രാജാക്കന്മാർ കൊട്ടാരങ്ങൾ പണിതതും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതും സേനകളെ ആയിരക്കണക്കിന് സൈന്യങ്ങളെ പോറ്റിയിരുന്നതും ഈ വിദ്യ കൈമുതലായി ഉണ്ടായിരുന്നതിനാലാണ്. രസത്തെ സംസ്കരിച്ചെടുക്കാൻ 8 പടികളുണ്ട്. ഏതാണെന്നറിയില്ല. അതാണ് രാമേന്ദ്രൻ സാറും എഴുതിയിട്ടില്ല. ഞാൻ ഒരുപാട് നോക്കി പടികൾ ഏതാണെന്ന്, പക്ഷേ ആ പടികൾ ഏതാണെന്ന് അറിയില്ല. രസത്തെ സംസ്കരിച്ചെടുക്കുന്നതിന് ഏതോ 8 പടികളുണ്ട്. രാമചന്ദ്രൻ സാറിൻ്റെ പുസ്തകത്തിൽ ഈ രസതന്ത്രത്തെ പറ്റിയുള്ള ഒട്ടനവധി പുസ്തകങ്ങളുടെ പേരുകളും ഡീറ്റെയിൽസും എവിടെ കിട്ടുമെന്നും എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് മലയാളത്തിൽ പ്രിൻ്റ് ചെയ്തിറങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ രാമചന്ദ്രൻ സാറ് വെറും ഒരു യാത്രാ വിവരണം മാത്രമല്ല എഴുതിയിട്ടുള്ളത്, ഒരുപാട് പേരെ കണ്ടിട്ട് മീറ്റ് ചെയ്തിട്ട് അവരുടെ അറിവുകൾ ശേഖരിച്ചിട്ടെടുത്തതാണ്. അതായത് രസത്തെ സംസ്കരിച്ചെടുക്കാൻ 8 പടികൾ ഉണ്ട്. പടികൾ ഏതാണെന്ന് കണ്ടുപിടിച്ചോളണം. ക്രമപ്രകാരം ഇത് ചെയ്ത് പാകപ്പെടുത്തിയ രസം ഉരുക്കിയ ചെമ്പുമായി ചേർത്താൽ ആ മിശ്രിതം തൽക്ഷണം സ്വർണമായി മാറും. പടികൾ ഏതാണെന്ന് കണ്ടുപിടിക്കും. രാമേന്ദ്ര സാറാണ്. ഉണ്ട്, തൃശ്ശൂരാണ്. ഞാൻ വിളിച്ചായിരുന്നു. തൃശ്ശൂരാണ് ആള്. അല്ല, പുള്ളിക്കറിയില്ല. പുള്ളിക്കറിയായിരുന്ന പുള്ളി അപ്പം എഴുതി വെക്കും. പുള്ളിക്ക് പടികളുണ്ടെന്നേ അറിയാവുള്ളൂ. പടികൾ, അതായത് ഒരു പുസ്തകത്തിലുണ്ടെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ധാതു രത്നമാല എന്ന് പറയുന്ന ഒരു പുസ്തകം. ധാതു രത്നമാല എന്ന് പറയുന്ന ഒരു പുസ്തകം കണ്ടുപിടിക്കണം. അതിലാണ് പറഞ്ഞിരിക്കുന്ന സാധനം. ധാതുക്കൾ എന്ന് പറഞ്ഞ ലോഹങ്ങൾ. ധാതു രത്നമാല എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണിത്.
പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ചിലപ്പോൾ അദ്ദേഹത്തിന് കാണും, ചിലപ്പോൾ ആ പുസ്തകം കണ്ടൊന്നും വരാം. പോയി സംസാരിക്കേണ്ട ആളാണ്, ഇൻഡിവിജ്വലായിട്ട് പോയി സംസാരിക്കേണ്ട ആളാണ്. അതായത് രസത്തെ സംസ്കരിച്ചെടുക്കാൻ 8 പടികളുണ്ട്. ക്രമപ്രകാരം ഇത് ചെയ്യണം. അതായത് തെറ്റരുത്, ക്രമം തെറ്റരുത്. ക്രമപ്രകാരം ഇത് ചെയ്ത് പാകപ്പെടുത്തിയ രസം ഉരുക്കിയ ചെമ്പുമായി ചേർത്താൽ തൽക്ഷണം ചെമ്പ് സ്വർണമായി മാറും എന്ന് ധാതുരത്നമാല എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതൊന്നുമല്ല, ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പെറുക്കി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിർമ്മലാനന്ദഗിരി സ്വാമികളുടെ രസായന ചികിത്സകളല്ലേ? രസായന ചികിത്സ ഈ രസത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്, രസത്തിൻ്റെ കോമ്പിനേഷനിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അതായത് മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ തന്നെ രസത്തെ സ്വർണമാക്കി മാറ്റുന്ന സസ്യങ്ങളായിരിക്കണം ഈ രസായനത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം, എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന എളുപ്പ വഴി, എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. ഇത് ആ 8 പടികൾ കണ്ടുപിടിക്കണം. ഇതല്ല. രസത്തിൽ ആവണക്കിൻ കുരു നന്നായി കലർത്തി യോജിപ്പിച്ച് അതിൽ ലേശം സ്വർണം കൂടി ഇട്ടാൽ രസം എന്ന ലോഹം സ്വർണമായി മാറുമെന്ന് പറയപ്പെടുന്നു. രസത്തിൽ ആവണക്കിൻ കുരു കിട്ടിയില്ല, പരിപാടി കിട്ടിയില്ല, ഇനി ചെയ്തോടെ. രസത്തിൽ ആവണക്കിൻ കുരു മേടിക്കാൻ കിട്ടുന്നതാണ്, പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. രസത്തിൽ ആവണക്കിൻ കുരു നന്നായി കലർത്തി യോജിപ്പിക്കണം. അതാണ് പഠിക്കേണ്ടത്. അതെങ്ങനെ അത് യോജിപ്പിക്കുക എന്നുള്ളത് പഠിക്കണം. അതിൽ ലേശം സ്വർണം കൂടി ഇട്ട് കൊടുക്കണം. ചെറിയ സ്വർണം കൂടി ഇട്ട് കൊടുത്താൽ ആ മെർക്കുറി കംപ്ലീറ്റ് സ്വർണമായി മാറും. ഇത് എഴുതിയെടുത്താൽ പോരാ. പൊട്ടിത്തെറി ഉണ്ടായ ആളാണ് ഇരിക്കുന്നത്. അതാണ് നമുക്ക് പറയാൻ പറ്റില്ല. അത് നല്ലോണം ചേർക്കേണ്ട എങ്ങനെയാണെന്ന് ചേർത്ത് നോക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. തിരിച്ചെടുക്കാൻ പറ്റില്ല. അതായത് മണൽത്തരി പോലെ സ്പ്രെഡായി പോകും. ഇപ്പോൾ ഒരു തുള്ളി രസം തിണ്ണയിലേക്ക് വീണാൽ കാണാൻ പറ്റില്ല, ഉരുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും, കാണാനേ പറ്റാത്ത വിധത്തിലേക്ക് പോകും. അത് ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ചത്തും പോകും. അപ്പം അതുകൊണ്ട് രസം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട മെറ്റലാണ്. മുറിവെന്നല്ല, എങ്ങനെ നമ്മൾ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ലാബിൽ കിട്ടില്ലേ? കണ്ണാടി ഉണ്ടാക്കുന്നവരുടെയൊക്കെ പോയി ചോദിച്ചാൽ മതി. കണ്ണാടിയില്ലേ, നിങ്ങൾ എവിടുന്ന ഈ രസമെല്ലാം മേടിച്ചിട്ട് വരട്ടെ എന്ന്. എറണാകുളത്ത് കിട്ടും. മേടിച്ചിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. ലാബറട്ടറി എക്യുപ്മെൻറ്റ് വെക്കണ കടയിൽ കിട്ടും. ലോഹസിദ്ധിയും സാധ്യമാണ്, ദേഹസിദ്ധിയും സാധ്യമാണ് എന്നവർ പറയുന്നുണ്ട്. അവരോടൊപ്പം നമ്മൾ പഠിക്കുന്ന ഇക്കോളജി ശാസ്ത്രവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് സാധ്യമാണ്. അവർ പറയുന്നുണ്ട് നമ്മളും ഇക്കോളജി ശാസ്ത്ര വഴിയിൽ ഇതും അപാരമായ സാധ്യതയുണ്ട്. ഒരുപാട് പഠനവും ഗവേഷണവും നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ, സാധ്യത അവിടെ ഉണ്ട്. ഇനി ഇതിൻ്റെ സയൻറ്റിഫിക് വശം എന്താണെന്ന് നോക്കാം. ഇതിന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം. ഒരാറ്റം ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു അണുവിന് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമുണ്ട്. ഒരാറ്റത്തിന് ഒരു പ്രോട്ടോണുണ്ട്, ഒരു ഇലക്ട്രോണുണ്ട്.
അതായത് പ്രോട്ടോണ് ചുറ്റുമാണ് ഈ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് അനങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ അനങ്ങണത് കാണില്ലെന്ന് മാത്രം. എന്താ ഈ പ്രോട്ടോൺ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത? ഇലക്ട്രോണും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പോസിറ്റീവും നെഗറ്റീവും ചാർജസാണ്. പ്രോട്ടോൺ 100% പോസിറ്റീവ് ചാർജസും പോസിറ്റീവ് ഇലക്ട്രിക്കൽ ചാർജസും, ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രിക്കൽ ചാർജസുമാണ്. അതുകൊണ്ടാണ് അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവും നെഗറ്റീവിനെയും എങ്ങനെയാണ് വേർതിരിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളെ കാര്യത്തിൽ, സാധാരണ കാര്യത്തിൽ നമ്മൾ പഠിച്ചത് എന്താ? അതിൻ്റെ ഭാവങ്ങളാണ്. രണ്ട് ഭാവങ്ങളാണ്. ഏതെല്ലാം ആയിരിക്കാം ആ ഭാവങ്ങൾ? ആകാശത്തിൻ്റെ ഭാവം എന്താണ്? ആകാശം സ്ത്രീഭാവമാണ്. അതിനോട് ചേർന്ന് ആത്മാവെന്ന പുരുഷഭാവവും ഉണ്ടാവാം. ഇങ്ങനെയായിരുന്നു നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. മനസ്സും ബുദ്ധിയും തമ്മിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? ബുദ്ധി പുരുഷഭാവവും മനസ്സ് സ്ത്രീഭാവവുമാണ്. ആ മനസ്സെന്ന സ്ത്രീയുടെ പേരെന്താണ്? ശ്രദ്ധ. ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയ സാധനമാണ്. അപ്പോൾ ഇത് പ്രോട്ടോണും ഇലക്ട്രോണും. ഇതിൽ ഈ സയൻസ് എന്താണ് പറയണമെന്ന് വെച്ചാൽ, ഒരു അണുവിൻ്റെ അകത്തേക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു ഊർജം കടത്തിവിടുകയാണെങ്കിൽ ഈ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും തന്മാത്രകളെ മറ്റൊന്നായി രൂപാന്തരപ്പെടുത്താൻ പറ്റും. അതായത് ഇതിൻ്റെ തന്മാത്രകൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഏതെങ്കിലും വിധേന ഒരു ചാർജ്, ഇലക്ട്രിക്കൽ ചാർജസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എനർജി ചാർജസ് അതിനകത്തേക്ക് കടത്തിവിടാൻ കഴിഞ്ഞാൽ മാറാൻ പറ്റും. അതിൽ ഈ രസത്തിൻ്റെ പരമാണുവിൻ്റെ പ്രോട്ടോൺ 80 പ്രോട്ടോണുണ്ട്. രസത്തിൽ 80 പ്രോട്ടോണുണ്ട്. സ്വർണത്തിൽ 79 പ്രോട്ടോണുണ്ട്. എത്ര വ്യത്യാസമുണ്ട്? ഒരെണ്ണത്തിന് വ്യത്യാസം. ഒരെണ്ണം. അതായത് രസത്തിൽ 80 ഉണ്ട്, സ്വർണത്തിൽ 79 ഉള്ളൂ. അപ്പോൾ ഈ രസത്തിനെ സ്വർണമാക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു പ്രോട്ടോൺ അതിനകത്തുനിന്ന് മാറ്റാൻ കഴിഞ്ഞാൽ മതി. ഏതെങ്കിലും വിധേന അതിൻ്റെ ഒരു പ്രോട്ടോണെ നമുക്ക് രസത്തിൽ നിന്നും മാറ്റി എടുക്കാൻ കഴിഞ്ഞാൽ അത് മുഴുവൻ സ്വർണ്ണമാണ്. പിന്നെ കംപ്ലീറ്റ് സ്വർണമായി മാറും. സ്വർണത്തിന് തുല്യമായ പരമാണുവായി അത് മാറും. അതേപോലെ ഈയത്തിൻ്റെ പരമാണു, ഈയം എന്ന് പറഞ്ഞാൽ 82 പ്രോട്ടോണുണ്ട്. 82 പ്രോട്ടോൺ ഈയത്തിലുണ്ട്. സ്വർണത്തിൻ്റേത് 79. അപ്പോൾ ഈയത്തിൻ്റെ കയ്യിൽ നിന്നും എത്ര പ്രോട്ടോൺ കളയണം? 3 എണ്ണം കളഞ്ഞാൽ മതി. ആ വഴി കണ്ടുപിടിക്കണം. അതാ സയൻസാണ്. ഈ 3 എണ്ണത്തിനെ അതിൽ ഈ 3 പ്രോട്ടോണെ അതിനകത്തുനിന്ന് ഏതെങ്കിലും വിധേന മാറ്റാൻ കഴിഞ്ഞാൽ അത് സ്വർണ്ണമാണ്. പിന്നെ അതിൻ്റെ ആറ്റം എന്ന് പറയുന്നത് പിന്നെ സ്വർണ്ണമാണ്. വെളുത്തീയാണ് ഉപയോഗിക്കുക. വെള്ളി ഉണ്ടാക്കാൻ നമുക്ക് ഇപ്പോൾ വെള്ളി ഉണ്ടാക്കാൻ പോകുക. അതായത് ഇതിനെ ഇങ്ങനെ മാറ്റാൻ കഴിയും. ഏതെങ്കിലും വിധേന ഊർജം കടത്തിവിടണം. ഒരു ഊർജം കടത്തിവിടണം. പിന്നെ ഇതിൽ നിന്നും മാറ്റിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വിടണം. ഏതെങ്കിലും ഒരു സാധനം ചേർത്താലായിരിക്കും അത് വേർപെട്ടു പോവുക. ഏതെങ്കിലും വിധത്തിൽ ഈയത്തിൻ്റെ പരമാണുവിൽ നിന്നും 3 പ്രോട്ടോണുകൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞാൽ അതും സ്വർണത്തെ പോലെ 79 പ്രോട്ടോണുകളുള്ള പരമാണുവായി മാറും. ഏതെങ്കിലും വിധേന ഇത് കളയാൻ പറ്റും. അപ്പോൾ ഇത്ര അടുത്ത് നിൽക്കുന്നു ഇത്. അതായത് ഈയത്തിൻ്റേത് 82 ആണ്, രസത്തിൻ്റേത് 80 ആണ്,
സ്വർണത്തിൻ്റേത് 79. ഇതാണ് വ്യത്യാസം. ഇതിനെയാണ് കൂട്ടിക്കുഴച്ചിട്ട് അവർ സ്വർണ്ണമാക്കി മാറ്റുക. സാധ്യമല്ലേ ഇത്? ഒരുപാട് വ്യത്യാസമുള്ളത് ചിലപ്പോൾ മാറ്റാൻ പറ്റില്ലെന്നവർ ഇത് സാധ്യമാകാം. അപ്പോൾ ഏതൊക്കെ കൂടി ചേർക്കണമെന്നൊന്ന് ആലോചിച്ചാൽ മതി. ഒരു വെള്ളി ഉണ്ടാക്കണം. വെള്ളി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം കൂടി ചേർത്താൽ മതി? സാധ്യതയാണ് പറയണേ. ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു സാധ്യത. രസം പ്ലസ് അലൂമിനിയം പ്ലസ് ഈയം. ഈ 3 ലോഹങ്ങളെ ഒരുമിപ്പിച്ച് ചേർക്കുകയും ഉരുക്കി ചേർക്കുകയും അതിലൊരു എനർജി കടത്തിവിടണം. എനർജി കടത്തിവിടുകയും ചെയ്താൽ നമുക്ക് വെള്ളി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വെള്ളിയായിട്ട് അത് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ആറന്മുള കണ്ണാടിക്കാർ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നതിൽ ഒരു കൂട്ടവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ വരുമ്പോഴാണ് ഇത്ര ഗ്രാം മറ്റൊരു മെറ്റൽ ചേർക്കുക. ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ വരുമ്പോഴാണ് അവരത് ചേർക്കുക. ആ ടെമ്പറേച്ചർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അത് ആവില്ല. അപ്പോൾ ആ എനർജി ലെവല് ആ ലെവലിൽ നിർത്താനായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. എത്ര പ്രാവശ്യം ചെയ്യണമെന്നാണ് പറഞ്ഞത്? 100 പ്രാവശ്യം ചെയ്ത് അല്ല, ആ ഒരു മെറ്റൽ കൂട്ട് ഉണ്ടാക്കിയിട്ട് പോളിഷ് ചെയ്ത് ഉണ്ടാക്കുന്നത്. ആ, അപ്പം നിങ്ങൾ അത് തേഞ്ഞ് തീരുന്നത് വരെ കണ്ണാടിയാണ്. അല്ലേ? അല്ലാതെ വേറെ ഏതെങ്കിലും മെറ്റൽ ഇപ്പോൾ എടുത്തിട്ട് നമ്മൾ പിച്ചള വല്ലതും എടുത്തിട്ട് തേച്ചാലൊന്നും കണ്ണാടി കിട്ടില്ല. തിളക്കം കിട്ടും, കണ്ണാടി ആവില്ല. അല്ല, ഓക്സിഡേഷൻ വരുന്നതുകൊണ്ടല്ല, കണ്ണാടി പോലെ നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിലാവില്ല. അതിന് നമ്മുടെ ഒരു ഷെയ്ഡ് അതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ തിണ്ണയിൽ കാണാൻ പറ്റില്ല, നമ്മൾ അതേമാതിരിയേ കാണാൻ പറ്റുള്ളൂ. കണ്ണാടി ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അതിന് മെറ്റൽ കൂട്ട് തന്നെ വേണം. പിന്നത്തെ ഒരെണ്ണം രസം അലൂമിനിയം ചേർന്നാൽ പെട്ടെന്ന് അത് വെള്ളമാകും. ഈയം ചെമ്പ് അധികം ഗന്ധകം. അതായത് രസം അധികം അലൂമിനിയം അധികം ഈയം അധികം ചെമ്പ് അധികം ഗന്ധകം. സൾഫർ. ഗന്ധകത്തിൻ്റെ നിറമാണ് സ്വർണത്തിൻ്റെ ആ സ്വർണ്ണ നിറം ഗന്ധകത്തിൻ്റെതാണ്. ഗന്ധകം ഒരു ബൈൻഡിങ് മെറ്റീരിയലാണ്. ഇതിനെ കൂട്ടിപ്പിടിപ്പിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഗന്ധകം. കാരണം ഗന്ധകത്തെപ്പറ്റി എനിക്ക് നല്ലോണം അറിയാം. ഗന്ധകത്തിൻ്റെ സ്മോക്ക് പുകയ്ക്കും ഞങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ കയറിൻ്റെ തടുക്കുകൾ ബ്ലീച്ച് ചെയ്യുന്നത് ഗന്ധകം കത്തിച്ചിട്ടാണ്. ഇപ്പം ഗന്ധകത്തിന് നേരെ കത്തിക്കാൻ പറ്റില്ല, പുറത്ത് നിന്നേ കത്തിക്കാൻ പറ്റൂ. പുറത്ത് നിന്ന് ചട്ടി അകത്ത് വെച്ചിട്ട്, ഒരു ചേംബറിനകത്ത് വെച്ചിട്ട് പുറമേ നിന്നും തീ കത്തിക്കാനുള്ളൊരു സംവിധാനത്തിലാണ് ഇത് ഉരുക്കണത്. ആദ്യം ഈ ഗന്ധകം ഉരുങ്ങും തീ കൊണ്ട്. അത് കഴിഞ്ഞ് ഇത് ഗ്യാസ് ആ ചേംബർ മുഴുവൻ നിറയും. എയർ ടൈറ്റായിട്ട് ആ ചേംബർ അടക്കും. അതിനകത്ത് കയറിയ ചത്തുപോകും, അപ്പം ചത്തുപോകും. കാരണം അത്രയ്ക്ക് തിങ്ങി നിറച്ച് വരുന്ന സാധനമാണ്. ഗന്ധകം ഉരുകിയതെങ്ങാൻ കയ്യേലിച്ചിരി പറ്റിയിട്ടുണ്ടെങ്കിൽ വിവരമാണ്. ദേശീയകൊടിയെ പറഞ്ഞു പോകും. ദേശീയകൊടിയെ പറിച്ച് ഇതൊന്ന് തൂത്ത് കളഞ്ഞാലേ ദേശീയകൊടിയെ പോകുള്ളൂ. എത്ര പ്രാവശ്യം നമ്മുടെ കൈ അതിൻ്റെ കൂടെ പോകുമെന്നറിയാം. അതിൻ്റെ തൊലിയും കൂടി അത് കൊണ്ടുപോകും. ആ ഗന്ധകം ഇതിനകത്ത് ചേരണം. ഇത് 2 സാധ്യതകളാണ്. പഞ്ചസാര ബ്ലീച്ച് ചെയ്യാൻ. ഇതെല്ലാം ബ്ലീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ തടുക്കെടുക്കുന്നത് ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. പിടികിട്ടിയല്ലോ? സ്വർണ്ണ നിറം കൊടുക്കുന്നത്, മെറ്റലിന് സ്വർണ്ണ നിറം കൊടുക്കുന്നത് ഗന്ധകത്തിൻ്റെ മഞ്ഞ നിറം. രസം അധികം അലൂമിനിയം അധികം ഈയം അധികം ചെമ്പ് അധികം ഗന്ധകം സമം സ്വർണം.
അളവറിയായിരുന്നെങ്കിൽ തീർന്നില്ലേ? നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ റേഷ്യോ ഒക്കെ നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കണം. സാധ്യതയുണ്ടെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞാൻ അതിൻ്റെ ഹിസ്റ്ററി മുഴുവൻ നോക്കി, അതിൽ സാധ്യതയുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരുന്നു, ഭാരതത്തിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നാണെന്നുള്ളതിന് ഒരു സംശയം ഇല്ല. ഇവിടെ വിചാരിച്ചത് ഇപ്പം ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച സയൻസ് ഉപയോഗിച്ചിട്ട് ഏത് ഊർജം അകത്തേക്ക് വിടണം? സൗരോർജം വിടണം. സൗരോർജം വിട്ടാൽ ഉരുകോ ചെമ്പ്? എന്ത് ചെയ്താൽ മതി? കോൺസെൻട്രേറ്റ് ചെയ്യണം, ഫോക്കസ് ചെയ്താൽ. സൗരോർജത്തെ ഫോക്കസ് ചെയ്ത് ചെമ്പിനെ ഉരുക്കാൻ പറ്റുന്ന അത്ര ചൂട് ക്രിയേറ്റ് ചെയ്യണം. ആ ലെൻസ്, കോൺകേവ് ലെൻസ് വെച്ചിട്ട്, കോൺകേവ് മിറർ മതി, മിറർ വെച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെമ്പിനെ ഉരുക്കിയെടുക്കാൻ പറ്റുന്ന അത്ര ടെമ്പറേച്ചറുള്ള അതുണ്ടാകണം. അതെങ്ങനെ ഉണ്ടാക്കും? എങ്ങനെയുണ്ട്? കണ്ണാടി വെച്ചുണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കും? അല്ല, നമുക്ക് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരിടത്ത് തന്നെ കടലാസ് കത്തും, അറിയാമല്ലോ, കടലാസൊക്കെ കത്തും. ചെമ്പിനെ ഉരുക്കുന്ന തരത്തിലുള്ള അത്രയും ഏരിയയിലുള്ള സൂര്യപ്രകാശം കോൺസെൻട്രേറ്റ് ചെയ്ത് വരണം. എളുപ്പ വഴിയുണ്ട്, എളുപ്പ വഴി. പണ്ട് കാലത്ത് മേളിൽ വെച്ചിരുന്ന ആൻറ്റിന ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. ആൻറ്റിന ഫ്രീ ആയിട്ട് കിട്ടും. ഈ ആൻറ്റിന മേടിച്ചിട്ട് വന്നിട്ട് കണ്ണാടിക്കടയിൽ ചെന്നിട്ട് 1 സെൻറ്റിമീറ്ററിൻ്റെ കഷ്ണങ്ങളാക്കി കണ്ണാടി കിട്ടും, വേസ്റ്റ് കണ്ണാടി കിട്ടും. ആ വേസ്റ്റ് ഒട്ടിച്ച് വെക്കാമെങ്കിൽ നല്ലൊരു കോൺകേവ് മിറർ നമുക്കുണ്ടാക്കാം. ഇതിനകത്ത് ഒട്ടിച്ചാൽ മതി, ചേർത്ത് വെച്ചാൽ മതി. ആൻറ്റിനയുടെ അകത്ത് കണ്ണാടി മുറിച്ചതിൻ്റെ കഷ്ണങ്ങൾ കിട്ടും, വേസ്റ്റാണ്, വേസ്റ്റ്. ഡിഷ് ആൻറ്റിന ഇങ്ങനെ ഒരു പാത്രം പോലെ ഇരിക്കില്ലേ? ഡിഷ് ആൻറ്റിന ഫ്രീ ആണിപ്പോൾ. ഉണ്ടാക്കാം. ഇതെല്ലാം ഇങ്ങനെയാണ് ഉണ്ടാക്കണേ. ആ, അത് മിറർ കോൺവെക്സ് ആണ്. ആണോ? അതെ, അത് പക്ഷേ പെട്ടെന്ന് പോകണം. ഇപ്പം കാറ് കൊണ്ട് ഇടിക്കും ആ കണ്ണാടിയെ നോക്കി ഓടിക്കണമെങ്കിൽ. കാരണം അത് റിഫ്ലക്ഷൻ ഒന്നും ഇല്ല. ഞങ്ങളുടെ പഞ്ചായത്തിൽ എല്ലാ മൂലക്കും വെച്ചിട്ടുണ്ട്. ആ, അപ്പം അതിനകത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി എങ്ങോട്ടാണ് വരണമെന്ന് അറിയാൻ പറ്റില്ല, കാണാനും വരും. നമ്മുടെ വണ്ടിയാണ്. അല്ല, അത് വേണ്ട, ഇത് കിട്ടുമെന്നേ, ഇത് ഫ്രീ ആയിട്ട് കിട്ടും. ഞാനിത് തിരക്കി, ഇതുണ്ടാക്കാനുള്ള വഴി തിരക്കി. അപ്പോൾ ഈസി ആയിട്ട് ഒരാൾ പറഞ്ഞു. കാരണം ഞങ്ങളുടെ ഒരു ആലപ്പുഴയിൽ ഒരു ഷിബു എന്ന് പറഞ്ഞ ഒരു ചെറുക്കനുണ്ട്. ഷിബു അറിയാവോ? ഷിബു വരുമ്പോൾ സൂക്ഷിച്ചോണം. പോക്കറ്റിൽ കൈ ഇട്ടിട്ട് സാധനം എടുത്ത് നമ്മളെ കയ്യിലിട്ട് തരും. അതൊരു പാമ്പായിരിക്കും. അങ്ങനത്തെ സാധനമാണ് ഈ ഷിബു എന്ന് പറയുന്നത്. കട്ടിലിൻ്റെ അടിയിൽ നിറച്ച് മൂർക്കൻ, അണലി, പല ഇഷ്ടംപോലെ കടി മേടിച്ചാണ് ചെറുക്കൻ. ഇതിൻ്റെയൊക്കെ കടി ഇതേ കാണിക്കാനായിട്ട് എടുക്കും. ഈ സായിപ്പന്മാരെയൊക്കെ വരുമ്പോൾ പുള്ളി ഇത് എടുത്ത് കാണിക്കും. കാണിച്ചിട്ട് തിരിച്ച് ചാക്കിനകത്തോട്ട് പെട്ടിക്കകത്തോട്ട് വെച്ചപ്പോഴത്തേക്ക് ഒരു കടി കിട്ടി. അന്നേരം എന്നാണ് പറയുന്നത്? നമ്മൾ എന്നെ ഒന്ന് തോണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളാം. എൻ്റെ ഒന്ന് തോണ്ടിയെന്ന് ആശുപത്രി കൊണ്ടുപോയിക്കോളാൻ. അണലിയാണ്. എന്നിട്ട് ആശുപത്രി പറയണത് എന്നാണെന്നറിയാമോ? എൻ്റെ കണ്ണ് കാണാൻ പാടില്ലാതെ വരുമ്പോൾ ഞാൻ പറയും, അപ്പം ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോയിക്കണം, ലേക്ക് ഷോറിലേക്ക് കൊണ്ടുപോയിക്കോണം എന്നെ. എത്ര പ്രാവശ്യം രക്ഷപ്പെട്ടു. എന്നിട്ടും ആ ചെറുക്കൻ ഇന്നും പാമ്പിനെ അടി വെച്ചിട്ടാണ്. ആ വാവ സുരേഷിനെ പോലെ തന്നെ. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനമാണ് ഇവന്. അവൻ്റെ ഒരു ലെൻസ് അവന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത്ര കനമുള്ള ഗ്ലാസ് വാങ്ങിച്ചിട്ട് കുത്തിയിരുന്ന് കൈ കൊണ്ട് ഒരച്ചൊരച്ച് ലെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്.
നല്ല നിലാവുള്ള സമയത്ത് ചന്ദ്രനെ കാണിച്ചു തരും, പിള്ളേരെ വിളിച്ച് ചന്ദ്രനെ കാണിച്ചു കൊടുക്കുന്നതാണ് ലെൻസ് ഉപയോഗിച്ചിട്ട്. അപ്പം ഞാൻ ഷിബുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഷിബു എനിക്കൊരു ഇങ്ങനത്തെ ഒരു സാധനം വേണം. അപ്പം ഷിബു ആണ് ഈ വിദ്യ പറഞ്ഞു തന്നത്. സാർ അതിന് മെനക്കെടുക്കൊന്നും വേണ്ട, ഇങ്ങനെ ഉരച്ചൊന്നും എടുക്കണ്ട, ഈ ഡിഷ് ആൻറ്റിന മേടിച്ചിട്ട് അതിൽ കണ്ണാടി കടയിൽ നിന്ന് മുറിച്ച കിട്ടും, ഒട്ടിച്ചെടുത്താൽ മതി, സുഖമായിട്ട് ഈ സാധനം നമുക്കുണ്ടാക്കാം. അതിൻ്റെ വലിപ്പം അനുസരിച്ച് ടെമ്പറേച്ചർ കൂട്ടും, കൂട്ടി കൂടുതൽ. ഇല്ല, പ്രകാശം ഇപ്പം ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോക്കസ് ചെയ്യുമല്ലോ അവരുടെ അടുത്ത്. എവിടെയാണോ സൂര്യനെ നേരെ വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയാണോ ഫോക്കസ് ചെയ്തിരിക്കണം അവിടെ വെക്കണം സാധനം. എവിടെയാണോ ഫോക്കസ് വരുന്നത് അവിടെ വെക്കണം, അവിടെ ആയിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ, അവിടെ വെച്ച് ഉരുക്കിയെടുക്കാം. സൂര്യപ്രകാശത്തിനകത്ത് ഏതെല്ലാം എനർജി ഉണ്ട്? ഹീറ്റുണ്ട്, ലൈറ്റുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും ഉണ്ട്, അറ്റോമിക് എനർജിയും വേവ് എനർജിയും ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് സൂര്യപ്രകാശം തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ഉരുക്കേണ്ടത്. അതിനെ ഉരുക്കി ഗന്ധകവുമായിട്ട് ചേർത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വർണം എല്ലാവരും ഉണ്ടാക്കിയെന്ന് വരും. അതല്ലേ സ്വർണം ഉണ്ടാക്കിയെന്ന് വരും. പിടികിട്ടിയല്ലോ. ഇനി ഒരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. ഉരുക്കി അതറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും മാന്നാറ് പോകണം. മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാന്നാർ പോയിട്ട് അവരുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യാമെങ്കിൽ അവരെങ്ങനെയാണ് ഈ ഓട് ഉരുക്കുന്നത്, ഉരുക്കിയിട്ട് അവർ വെള്ളം പോലെയാണ് ഈ സാധനം ഒഴിക്കണത്. അതിന് പ്രത്യേകം പാത്രമുണ്ട് അവർക്ക്. ഏത് മെറ്റലും അവർ ഉരുക്കും. ഉരുക്കിയിട്ട് പച്ചവെള്ളം പോലെയാണ് ഇതിനെ എടുത്ത് ഒഴിച്ച് അതിൻ്റെ ഈ ഡൈയുടെ അകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അവരുണ്ട് ആ വിളക്കുണ്ടാക്കുന്നതും പിന്നെ ഉരുളി ഉണ്ടാക്കുന്നതും ഒക്കെ മാന്നാറുകാരാണ് മെറ്റലിനെ സംബന്ധിച്ച് എക്സ്പേർട്സ്. അത് ഒരുപാട് കുടുംബങ്ങൾ നിരന്ന് കടയാണ് മാന്നാറ്. ഏതെങ്കിലും കടയിൽ കയറിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പല സ്ഥലത്ത് നിന്നും അറിവുകളെ ക്രോഡീകരിച്ചെടുക്കണം. ഇല്ല, നമുക്കറിയാൻ പാടില്ല. നമുക്കിപ്പോൾ ഇത് ഉരുക്കാനായിട്ട് ഏത് പാത്രമാണ് വേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പം അതിന് പറ്റിയ പാത്രം ആദ്യം കണ്ടുപിടിക്കണം. മെറ്റൽ ഉരുക്കി എടുത്ത് ശരി ചെയ്തോളുകയാണ്. പഞ്ചലോഹ വിഗ്രഹം ഉണ്ടാക്കുന്നവരൊക്കെ ഇങ്ങനെ ഉരുക്കുന്നതാണ്. പഞ്ചലോഹങ്ങളെ മുഴുവൻ എടുത്ത് ഉരുക്കി വിഗ്രഹങ്ങൾ ഉരുക്കി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പഞ്ചലോഹം ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ചെമ്പ്, നാഗം, 5 ലോഹങ്ങളാണ്. 5 ലോഹങ്ങൾ.